അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനു. ഇന്നത്തെ നമ്മുടെ താരം എ മസ്റ്റ് ട്രൈ ഐറ്റം എന്നൊക്കെ പറയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ഫലൂഡ റെസിപ്പി, എ സ്പെഷ്യൽ റോയൽ ഫലൂഡ. ഇതിന്റെ ടേസ്റ്റ് പറയുവാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പൊ എന്താ പറയാ, വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റണില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ വേഗം ഓടി പോയിട്ട് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൻ അടിച്ച് കണ്ട് പിടിക്കാൻ മറക്കല്ലേ. ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ജെല്ലി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 500 ml വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ള ജെല്ലി പൗഡർ തിളക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നമുക്ക് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു 45 മിനിറ്റ്സും ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ്സ് കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ജെല്ലി സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 500 ml പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2-3 ഏലക്കും കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വാനില, സ്ട്രോബെറി, പിസ്ത എന്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏലാഞ്ചിയുടെ പിസ്ത എസൻസ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3-4 ഡ്രോപ്സും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് തിക്കാവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒറ്റനൂൽപ്പരോ ഒന്നും ആവണ്ട കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് 2 ബൗളിലേക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ലെമണിന്റെ യെല്ലോ കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം ഒന്നും ആവണ്ട കേട്ടോ. ഇനി നമുക്ക് രണ്ടും ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള 1/2 കപ്പ് ആപ്പിൾ, 1/2 കപ്പ് നേന്ത്രപ്പഴം, പിന്നീട് 1/4 കപ്പ് അനാർ എടുത്തിട്ടുണ്ട്. കുരുമില്ലാത്ത മുന്തിരി അതും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇവിടെ ഒരു മാമ്പഴം ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉള്ള മാമ്പഴമാണ് കേട്ടോ. അതും ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സിറപ്പ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിന്റെ ആ ഒരു പച്ചച്ചോവയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു റോയൽ ഫലൂദ ആയതുകൊണ്ട് തന്നെ നട്ട്സ്, ബദാം, കിസ്മിസ് ഒക്കെ മസ്റ്റ് ആണ്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ്, അതായത് കറുത്ത കസ്കസ്, 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കഴുകിയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോനൊക്കെ തന്നെ സെറ്റായിട്ട് കിട്ടും. ഇനി അടുത്തതായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പോളം വേമസലയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. കൂടുതലായിട്ടൊന്നും വേവിക്കുന്നില്ല, ഒരു ചെറുതായിട്ടൊന്ന് വേവായി കഴിഞ്ഞാൽ ഞാനൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയാണ്. നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെല്ലിയാണ് കേട്ടോ ഇതൊക്കെ സൂപ്പർ ആയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. നമ്മുടെ റോയൽ ഫലൂദ തയ്യാറാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാനുള്ള 3 കപ്പിന്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ല തണുപ്പുണ്ടായിരിക്കണം കേട്ടോ. നമുക്ക് വേഗം പോയിട്ട് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ കപ്പിലേക്ക് യെല്ലോ സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് നമ്മുടെ ഗ്ലാസ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ ഇതുപോലെ ഡിസൈൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തണുപ്പിച്ച് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ആണ് കേട്ടോ. അതൊരു 1.5 ടേബിൾ സ്പൂൺ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് നമ്മുടെ റെഡ് കളർ ജെല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ ചേർക്കുന്നത് എല്ലാം നല്ല തണുപ്പുള്ളതായിരിക്കണം കേട്ടോ. പിന്നീട് ഇതിലേക്ക് നമ്മൾ വേമസല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പിസ്ത മിൽക്കാണ് കേട്ടോ. പിന്നീട് നമ്മൾ പ്രോസസ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വനില ഐസ്ക്രീം 1 സ്കൂപ്പ് ഞാൻ ഇതിന്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ നട്ട്സ്, ബദാം, കിസ്മിസും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ആണ് കേട്ടോ. സെന്ററിലായി തന്നെ ഞാനൊരു ചെറീസും കൂടെ വെച്ചെടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് മൊഞ്ചത്തി വെക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റിന്റെ സിറപ്പ് ടോപ്പിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കിറ്റ്കാറ്റ് അതും കൂടെ ഒന്ന് ഇറക്കി വെച്ചെടുക്കുന്നുണ്ട്. പെരക്കായാലും കിറ്റ്കാറ്റ് ആയാലും മഞ്ചായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഏതാന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ.
റോയൽ ഫലൂദ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കിയെങ്കിൽ തന്നെ ഇതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. പൊളി ടേസ്റ്റ് ആണ്. ഇത് കഴിച്ച് ഷാനു തൊണ്ടവേദന എടുത്തു എന്നൊന്നും പറയണ്ട കേട്ടോ. ശകലം കഴിച്ചെങ്കിലും ഇതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ഷാനു.